ഈ 4 കുട്ടനാടുകളെയും ഒരു കൂട്ടിൽ ഇട്ടിരിക്കുക. പിന്നെ അവരെ തമ്മിൽ അടുപ്പിക്കാൻ പെട്ട പാട്. ചെറിയൊരു ടെക്നിക്ക് വെച്ചിട്ട് അവരെ കൊണ്ട് അടുപ്പിച്ചു. പക്ഷെ അടിച്ചു കഴിഞ്ഞിട്ട് അവന്മാർ തമ്മിൽ സ്നേഹപ്രകടനം ഉണ്ടായില്ല. നീ എന്നോട് ക്ഷമിക്കടാ, എന്നെ കൂടി അവന്മാർ ഇടിപ്പിച്ചതാന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ 6500 രൂപയാണ് ഓരോ പണിക്കാരും നമ്മൾ കൊടുക്കുന്നത്. ഒരു ദിവസം കൂലി കൊടുക്കുന്നു. സെറ്റ് ഇട്ട് പോയിട്ട് നമ്മൾ 5 വർഷം വരെ ഈ മസാല സെറ്റ് അവിടെ കീപ്പ് ചെയ്തു. നോക്കി പോയിട്ട് അൾജീരിയയിൽ ഷൂട്ട് ചെയ്ത് തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ നമ്മൾ സെറ്റേ കാണാനില്ല. ഇന്ന് ആർട്ട്ലൈറ്റിൽ ആടുജീവിതത്തിൻ്റെ ആർട്ട് ഡയറക്ടറുണ്ട് പ്രശാന്ത് മാധവ്. പ്രശാന്ത് ഏട്ടൻ സൂത്രധാരൻ തുടങ്ങി ഇപ്പം ആടുജീവിതം, ഇപ്പം അവസാനം ചെയ്തേക്കുന്ന ഉടുമ്പൻചോല വിഷൻ അല്ലേ? ഏകദേശം എത്ര സിനിമയെ കാണും? ഒരു 75 സിനിമകൾ ചെയ്തു. ഇപ്പോൾ ഒരുപാട് സിനിമകളുടെ വിശേഷങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ആടുജീവിതത്തിന്റെ ഒരു ആർട്ട് ഡയറക്ടറോട് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ? അതെ, ഒരുപാടുണ്ട്. ഇപ്പൊ ഈ പുറത്തെ ഷെഡ്യൂൾ ഇപ്പൊ ജോർദനിലും അൾജീരിയയിലൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ തന്നെയായിരുന്നു അല്ലേ? അപ്പൊ അവിടെ എങ്ങനെ അവിടെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു? അവിടെ നമുക്ക് ലോക്കൽ പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നമ്മൾ അവരായിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓൺലൈൻ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കും. നമുക്ക് ഇന്ന പ്രോപ്പർട്ടി നമുക്ക് വേണ്ടത് എന്നുള്ളത് ആദ്യം നമുക്ക് അവർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് കളക്ട് ചെയ്ത് വെക്കാനുള്ള സമയം കിട്ടുമല്ലോ. അതുകൊണ്ട് ഇവരായിട്ട് എപ്പോഴും ഈ ലോക്കൽ പ്രൊഡക്ഷൻ മാനേജർമാരായിട്ട് എപ്പോഴും അപ്പോൾ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു കുറച്ച് സാധനം ആയിരുന്നില്ല. അവർ ഒന്നും നോക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല, നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളവിടെ ചെന്നിട്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കറങ്ങി അടിച്ച് ഇങ്ങനെ പറക്കെടുക്കണം പോലെ അവിടെ ചെന്ന് ചെയ്യേണ്ടി വന്നു. ഇപ്പൊ ജോർഡനിലായിരുന്നല്ലോ ഷൂട്ട് ചെയ്തത്. അപ്പൊ അവിടുത്തെ പൊതുവെ ഒരു എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു അന്തരീക്ഷമൊക്കെ സഹായകരമായിരുന്നു? എന്ന് വെച്ചാൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കണ്ടെത്താനും. അത് അമാനിലായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ഷൂട്ട് ചെയ്തത്. അപ്പൊ അമാൻ എന്ന് പറയുമ്പോൾ എയർപോർട്ട് സീക്വൻസ് ഒക്കെ, സൗദി എയർപോർട്ട്, റോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു പ്രശ്നം അവിടുത്തെ ഭയങ്കര തണുപ്പായിരുന്നു. ചില സമയത്ത് കൊടും തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനത്തെ തണുപ്പ്. ഞാനൊക്കെ ഒരു 5 പാൻറ് അങ്ങനെ ഇട്ടിട്ടാ ഞാൻ തമാശ ആദ്യമായിട്ട് പറഞ്ഞു. 5 പാൻറ് ഇട്ടു എന്നാലേ നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെയായിരുന്നു, അത്രമാത്രം തണുപ്പായിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഇട്ട പാൻറ്റുകളൊക്കെ നനയാൻ തുടങ്ങും, മഞ്ഞിങ്ങനെ അടിച്ചടിച്ചിട്ട്. അങ്ങനത്തെ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ പിന്നെ നൈറ്റും കുറേ സീക്വൻസ് നൈറ്റായിരുന്നു ഷൂട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് വേറെ മാർഗമൊന്നുമില്ല. പിന്നെ മാത്രമല്ല അവിടെ നമുക്ക് കുറേ വണ്ടികൾ, പണ്ടത്തെ വണ്ടികൾ വേണം. ഒരു 90 കാലഘട്ടമാണ് ആ സീക്വൻസ് മൊത്തം കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് വണ്ടികൾ വേണമായിരുന്നു. റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്യണമായിരുന്നു. അതിൽ ആ റോഡിൽ മൊത്തം നമ്മുടെ ഈ വണ്ടികൾ വെച്ചിട്ട് ഷൂട്ട് ചെയ്യണമായിരുന്നു. അന്നത്തെ കാലത്ത് നമ്പർ പ്ലേറ്റുകൾ ഉണ്ടാക്കണമായിരുന്നു. അതൊക്കെ അവർ നമ്മൾ റെഫറൻസ് കൊടുത്തപ്പോൾ അതൊക്കെ അവർ ഉണ്ടാക്കി തന്നു. ഉണ്ടാക്കി തന്നു. അപ്പോൾ ഈ പഴയ വണ്ടികൾ ഞങ്ങൾ അന്ന് ആ സീക്വൻസിൽ 25 പഴയ വണ്ടികൾ എടുത്തു. ആ കാലഘട്ടം നോക്കിയിട്ടുള്ള വണ്ടികൾ എടുത്തു. എല്ലാവരും നമ്പർ പ്ലേറ്റ് വെച്ച് ബാക്കി അത് ആ ലോക്കൽ പ്രൊഡക്ഷൻ അറേഞ്ച് ചെയ്ത്. ഇപ്പൊ 5 പാൻറ് ഇട്ടു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ സമയത്താണല്ലോ ഈ ആക്ടേഴ്സ് ഒക്കെ വണ്ടി കയറി പോകുന്നത്. അവർ നോർമൽ വേഷത്തിലാണ്. അതിലാണ് രസം. ഈ കഥപ്രകാരം രാജുവും നജീബും ഹക്കീമും വന്നിറങ്ങുന്നത് ഒരു ചൂട് സമയത്താണ്, തണുപ്പ് സമയത്തല്ല. അപ്പൊ ഇവര് രാജുവിന്റെ ഒക്കെ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ബട്ടൺസ് ഒക്കെ അഴിച്ചിട്ടുള്ള സാധാരണ ഒരു ഷർട്ടും സാധാരണ ഒരു കോട്ടൺ പാന്റും ഒരു വെള്ളിച്ചെരുപ്പാണ് ഇവരുടെ വേഷം. ഈ തണുപ്പിലാണ് ഇവര് വേഷം. ഈ തണുപ്പത്താണ് ഇവര് ഞങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ, എന്നിട്ട് നിൽക്കാൻ പറ്റാണ്ടാവുമ്പോ അവരൊക്കെ വെറും ഇങ്ങനെ നിൽക്കണം. മാത്രമല്ല ഞങ്ങളൊക്കെ വണ്ടിയിൽ ഇരുന്നിട്ട് ഗ്ലാസ് ഒക്കെ പൊക്കിയിട്ടൊക്കെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുമ്പോൾ ഇവര് ഓപ്പൺ ആയിട്ടുള്ള വണ്ടിയുടെ മുകളിൽ ബാക്കിൽ ബോഡിയിൽ നിന്നുകൊണ്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ അത്രയും തണുത്ത കാറ്റ് ഓടിച്ചിട്ട് അത് അവരെ ഞങ്ങൾ സമ്മതിച്ചു പോയി, രാജുവിനെ സമ്മതിച്ചു പോയി. അതായിട്ട് നിങ്ങൾ ഈ മരുഭൂമിയിലേക്ക് ചെന്നു. മരുഭൂമി കണ്ടെത്തിയതേ അവരുടെ സഹായത്തോടെയാണോ അതോ ചേട്ടൻ പോയി നോക്കിയോ? മരുഭൂമി നമ്മൾ ആദ്യം നെറ്റിൽ നോക്കിയിട്ട് അങ്ങനെയാണ് ജോർദൻ നമുക്ക് കയ്യിൽ വരുന്നത്. അപ്പൊ അങ്ങനെ ജോർദൻ പൈനിയേഴ്സ് എന്ന് പറഞ്ഞ ലോക്കൽ പ്രൊഡക്ഷനെ ബന്ധപ്പെട്ടു. അവരാണ് വാദിറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മരുഭൂമികൾ എന്ന് പറഞ്ഞത്. അപ്പോൾ വാദിറം എന്ന മരുഭൂമി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗദി ബോർഡറാണ് ശരിക്കും. അപ്പോൾ സൗദിയിലുള്ള മരുഭൂമിക്കും ഇതേ സ്വഭാവം തന്നെയാണ്. അതുകൊണ്ട് കഥപ്രകാരം കറക്റ്റ് ആയിരുന്നു അത്. അപ്പൊ അതുകൊണ്ട് അത് അമാനിന്ന് ഏകദേശം ഒരു കാർ മാർഗം ഒരു 12 മണിക്കൂർ യാത്ര ചെയ്താലാണ് വാദിറാം എത്തുള്ളൂ. ഈ അമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോർദൻ അറബ് രാഷ്ട്രമാണെങ്കിൽ പോലും
അമാൻ അവിടെ തലസ്ഥാനം. ഈ അമാൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു കൊച്ചു യൂറോപ്പ് ഫീലാണ്. ഭയങ്കര അവിടുത്തെ ആൾക്കാർ അങ്ങനെയാണ്. അല്ലാണ്ട് അറബ് അങ്ങനത്തെ ആ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ആരും ഞാൻ അവിടെ കണ്ടിട്ടില്ല. അമാനിൽ ഞാൻ ആരും ഇവിടെ കണ്ടിട്ടില്ല. അങ്ങനെ എല്ലാവരും ഭയങ്കര ഫാഷനായിട്ടുള്ള ഭയങ്കര തനി യൂറോപ്പ് അങ്ങനത്തെ ഒരു സ്ഥലമാണ് അത്. തനി പച്ചപ്പും മഞ്ഞും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം. അവിടുന്ന് നമ്മളിങ്ങനെ കാറിൽ ഈ 12 മണിക്കൂർ കാറിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ ഭൂമി ഘടനയ്ക്ക് വരുന്ന മാറ്റങ്ങളുണ്ടല്ലോ ഭയങ്കരമാണ്. അവസാനം ഈ വാദിറാമെന്നൊക്കെ അടുത്ത തരമ്പിക്കും നമുക്ക് വിജനാണ്. ഒരു ചായ കിട്ടണമെങ്കിൽ ചായക്കട കാണണമെങ്കിൽ 2.5 മണിക്കൂറൊക്കെ യാത്ര ചെയ്താണ് ചായക്കട കാണുന്നത്. ചേട്ടന് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ചെന്നിട്ടുണ്ടാവുമല്ലോ അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ. അങ്ങനെ എത്ര ദിവസം അങ്ങനെ ഞങ്ങൾ ആദ്യം ഞങ്ങൾ പോയത് വാദിറാമ എത്തി. വാദിറാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കാണ്. അവിടെ നമുക്ക് വേണ്ട ഒരു ലൊക്കേഷൻ പോയിന്റ് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അത് കണ്ടുപിടിക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെ മെയിൻ സ്ഥലം അവിടെ മസറ സെറ്റ് ചെയ്യണം. മസറ സെറ്റ് ഇടുമ്പോൾ നമുക്ക് രാവിലെ മുതലും ഈവനിങ് വരെ ആ ഷൂട്ട് ചെയ്യാൻ പറ്റണം. എന്നാൽ അതിൻ്റെ ലൈറ്റിംഗ് മൂഡ് എല്ലാം കറക്റ്റ് ആവണം. ഒരിക്കലും ഷാഡോയിൽ മസറ നിൽക്കാൻ പാടില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കലായിരുന്നു ഏറ്റവും രസം. അപ്പോൾ ആ കറക്റ്റ് സ്ഥലം കിട്ടി കേട്ടോ. ഈ മരുഭൂമിക്ക് വണ്ടിയിൽ ഇങ്ങനെ പോകും. പിന്നെ ഒരു സ്ഥലം പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രാവിലെ വന്ന് നോക്കും, പിന്നെ വൈകിട്ട് വന്ന് നോക്കും അതേ സ്ഥലം, ഉച്ചയ്ക്ക് വന്ന് നോക്കും അവിടുത്തെ അവസ്ഥ എന്താന്ന് അറിയാൻ വേണ്ടിട്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആടുകളെ വേണമായിരുന്നു. അപ്പൊ നമുക്ക് വേണ്ട ആടുകളെ നമുക്ക് എത്രയും ഹ്യൂജ് വേണ്ടത് എത്ര എണ്ണമാണ്. അപ്പൊ അത് അതിന്റെ ആൾക്കാർ കണ്ടുപിടിക്കല് അതൊക്കെ വലിയ ചടങ്ങായിരുന്നു. അതൊക്കെ കിട്ടി. അതായത് ഫസ്റ്റ് ഞങ്ങൾക്ക് ജോർദാനിൽ വേണ്ട കാര്യം. പിന്നെ ആടുകൾ അവിടെ തന്നെ ലോക്കൽ ബദുവിൻസിന് മെയിൻ ആയിട്ടൊരു ആളുണ്ടായിരുന്നു. ലോക്കൽ ബദുവിൻസ് ആളൊരു ടെററാണ്. പുള്ളി വന്നിട്ട് ചിലപ്പോൾ ഇന്ന് പറ്റില്ല, ഇന്ന് തരില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മള് അങ്ങനെയാണ്. ഒരു പ്രത്യേക ഒരു മൈൻഡുള്ള ആളാ. പിന്നെ പുള്ളീനെ നമ്മൾ സൂചിപ്പിക്കണം പറഞ്ഞു. അങ്ങനെ അപ്പൊ പുള്ളി ഓക്കെ എന്ന് പറയും. പുള്ളിയുടെ അണ്ടറിലാണ് ഈ വരുന്ന ആടുകളൊക്കെ. അപ്പൊ ഇത് ആടുകൾ നമുക്ക് രാവിലെ ഫസ്റ്റ് ഷോട്ട് 6:30 ഈ ആടുകൾ അവിടുന്ന് യാത്ര തുടങ്ങുമ്പോൾ പുലർച്ചെ 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. അവരവിടുന്ന് അവരുടെ മസറയിൽ നിന്ന് അവര് ഇത്രയും ആളുകൾ വന്നിട്ട് പുലർച്ചെ 3 മണിക്ക് അവിടെ നടന്നു വന്നാലേ നമുക്കിവിടെ നമ്മളെ ഈ സ്ഥലത്തേക്ക് 6:30 എത്തുള്ളൂ. അത്ര അകലെന്നാണ് ഈ വരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് 6 മണി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിൽക്കില്ല. പിന്നെ അവർ സമ്മതിക്കില്ല, അവർ പോകും. അതിന് ഇത്ര ദൂരം ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഈ വീണ്ടും നാളെ പുലർച്ചെ 3 മണിക്ക് വരണ്ടേ എന്ന് പറഞ്ഞാലും അവർ കേൾക്കില്ല. അവർക്ക് അവിടേക്ക് പോകണം. അതായത് ഷൂട്ട് കഴിഞ്ഞിട്ട് ആടുകളെയൊക്കെ തിരിച്ചു കൊണ്ടുപോകും. അവരവിടെ കൊണ്ടുപോയി അവരുടെ മസറയിൽ എടുത്തിട്ട് പിന്നെ പിറ്റേ ദിവസം കൊണ്ടുവരും. അല്ലാണ്ട് ഇവിടെ ഇട്ട് വെക്കാൻ ആ പരിപാടി അവിടെ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണോ? സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് എന്ന് വെച്ചാൽ ഇവർക്ക് കാറ്റ് ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ചിലപ്പോൾ ഇന്ന് കാറ്റ് വിടുന്നതായിരിക്കും. രാത്രിയിലത്തെ കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുത്ത കാറ്റും പൊടിക്കാറ്റും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവർക്ക് ഇവരെ മസറയിൽ അതിന് സംവിധാനം ഉണ്ട്. ഇപ്പോൾ ഇവിടുന്ന് കാറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ ആടുകളെ മൊത്തം കവർ ചെയ്യാനുള്ള വേലിയും മൊത്തം ചുറ്റി കവർ ചെയ്യാനുള്ള സംവിധാനം അവർക്കുണ്ട്. ഇവിടുന്ന് കാറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള കാര്യമാണ്. അതൊന്നും നമുക്കിപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഭംഗിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ മരുഭൂമിയിലൊക്കെ ഇങ്ങനെ ആടുമേച്ച് ജീവിക്കുന്നവർ ഉണ്ടോ? കണ്ടായിരുന്നു. ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് കണ്ടായിരുന്നു. അവരുടെ ഒരു ലൈഫ് എങ്ങനെയാ ഈ നമ്മുടെ കഥയിൽ പറയുന്നത് തന്നെയാണ്? ഏകദേശമൊക്കെ ലുക്കൊക്കെ. പക്ഷെ ഞാൻ കണ്ടതൊക്കെ കൂടുതലും ഈ മറ്റേ ആഫ്രിക്കൻ ആളുകളായിരുന്നു. പിന്നെ മസറയില് ആ ഒരു ഷെഡ് പോലെയൊക്കെ ഉണ്ടല്ലോ ഇപ്പം അർബാബ് അതൊക്കെ എങ്ങനെയാ സെറ്റ് ഇട്ട്? അത് ഞങ്ങള് സൗദിയിൽ നിന്നാണ് അതിന്റെ ക്ലോത്ത് കൊണ്ടുവന്നത്. ഷെഡിന്റെ അതെന്താ വെച്ചാൽ നമുക്ക് ഈ ആടുകളുടെ രോമം കൊണ്ടാണ് ആ ക്ലോത്ത് ഉണ്ടാക്കുക. അത് വേറെ തുണിയല്ല അത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചൂടായാലും തണുപ്പായാലും അതിന്റെ ഉള്ളിലേക്ക് എപ്പോഴും ഓരോ കാലാവസ്ഥ നിൽക്കും. ഈ ആടുകൾക്ക് അങ്ങനെയാണല്ലോ. ആടുകൾക്ക് രോമം എങ്ങനെ ചൂടായാലും തണുപ്പായാലും അവർക്ക് എല്ലാം ഒന്ന് റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ കിട്ടുന്ന ഈ രോമത്തിൻ്റെ ഉണ്ടാവും. ഇതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ ആദ്യം ഇവിടെ മുളന്തുരുത്തി ഗ്രൗണ്ടിൽ ഞങ്ങളതിവിടെ ഫുള്ള് ആദ്യം തുന്നിയുണ്ടാക്കി സെറ്റ് ചെയ്തു. എല്ലാം കറക്റ്റായിട്ട് അങ്ങനെ അതങ്ങനെ തുണി സൗദിയിൽ നിന്ന് എടുത്തോണ്ട് നാട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് സെറ്റ് ചെയ്ത് ചോറ്റാനിക്കയിൽ റൂം എടുത്ത് അവിടെ ഇരുന്നിട്ടാണ് ഒരു
ഏകദേശം ഒരു 3 ആഴ്ചത്തോളം അവിടെ ഇരുന്നിട്ടാണ് ഈ തുന്നിയൊക്കെ റെഡിയാക്കിയത്. എന്നിട്ട് മുളന്തുരുത്തി ഗ്രൗണ്ടിൽ പോയി സെറ്റ് ചെയ്തു. എന്നിട്ട് ബസ്സേട്ടനും എല്ലാവരും കൂടി വന്ന് കണ്ട് ഓക്കെ ആക്കി അങ്ങനെ നേരെ ചുറ്റി പാക്ക് ചെയ്ത് അങ്ങനെ കാർഗോ ചെയ്തിട്ട് ഈ സാധനം അവിടെയൊക്കെ മരുഭൂമിയുടെ അവിടേക്ക് ആദ്യം കാർഗോയിൽ വന്ന് അവിടുന്ന് പാർസൽ ചെയ്തിട്ട് കണ്ടെയ്നറിൽ സാധനം കൊണ്ടുപോയിരുന്നു. അവിടെ ചെന്നപ്പോൾ അപ്പോൾ എൻ്റെ അസിസ്റ്റൻസ് 2 പേര് അവിടെ ഓൾറെഡി അവിടെ പോയി. അപ്പോൾ അവർ പറഞ്ഞു ചേട്ടാ ഇവിടെ മരമൊന്നും കിട്ടാനില്ല ചേട്ടാ, അവിടെ മരമൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അല്ല ഈ ഇതിൽ ഈ മരുഭൂമിയിൽ വാദിറാമിൽ. അപ്പോൾ ഞാൻ ലോക്കൽ പ്രൊഡക്ഷനിൽ പറഞ്ഞു മരം ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മരം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ച് 2-3 ദിവസം അത് അന്വേഷിച്ചിരുന്നു, കിട്ടിയൊന്നുമില്ല. അങ്ങനെ ഒരു സ്കൂളിൽ പോയപ്പോൾ സ്കൂളിൽ ഗ്രൗണ്ടിൽ ചുറ്റും ഇങ്ങനെ മരങ്ങൾ നിൽക്കുന്നില്ല ഹൈറ്റിലുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൾ പോയി കണ്ടു. രാത്രി ഒരു 3 മീറ്റർ ഹൈറ്റ് വെച്ചിട്ട് അവിടുന്ന് മുകളിലേക്കുള്ള മൊത്തം മുറിച്ചെടുത്തോളം നിർത്തണം, ബാക്കിയൊക്കെ മുറിച്ചെടുത്തോളം. അങ്ങനെ രാത്രി വേറെ ഒന്നും ഇനി പിറ്റേ ദിവസമെങ്കിലും മാറി കഴിഞ്ഞാൽ പ്രശ്നം. അപ്പം രാത്രി തന്നെ അതെല്ലാം കട്ട് ചെയ്ത് ഒരു 3 കണ്ടെയ്നറിലാക്കിയിട്ട് നേരെ ഈ മരുഭൂമിയിലോട്ട് കയറ്റി വിട്ടു. അവിടെ പിറ്റേ ദിവസം ഞാനും അവിടെ ചെന്നു നോക്കിയപ്പം ഇത് മാത്രം കിട്ടിയ പോരാ. ഇപ്പം ഇതിപ്പോൾ ഈ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് ഒന്നും തികയില്ല, മൂക്ക് പിടിക്കാൻ പോലും അങ്ങനെയാ, അത്ര വിശാലൊക്കെ എടുക്കല്ലേ. അപ്പോൾ അതിൻ്റെ ഈ മസറ പൊക്കി നിർത്താനുള്ള സാധനം അതിൽ കിട്ടി. ബാക്കി ഇനിയും എടുക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് ഈ ഒട്ടകത്തിന് ഇടുന്ന സ്ഥലം വേണം, ആടുകൾ ഇടുന്ന സ്ഥലം. അപ്പോൾ ആടുകൾ ഇടുന്ന സ്ഥലം എന്തായാലും ഒരു സൗദിയിൽ എപ്പോഴും അവിടെയൊക്കെ ഈ ആളുകൾ ഇടുന്ന സ്ഥലം ഈ പനയുടെ ഈ തണ്ടില്ലേ, ആ തണ്ട് ഈത്തപ്പഴത്തിൻ്റെ ആ മരത്തിൻ്റെ തണ്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ജോർദാനിൽ പക്ഷെ അങ്ങനെ ഒരു കൾച്ചറില്ല. ഇത് ഈ ഈത്തപ്പഴത്തിൻ്റെ ഒരു കൾച്ചർ അങ്ങനെ എല്ലാ മരുഭൂമിയിലും വെറുതെ നിൽക്കണ പോലത്തെ നിൽപ്പില്ല ജോർദാനിലില്ല. അപ്പോൾ നോക്കിയപ്പോൾ ഫാമുണ്ട്, ഒരു അറബിയുടെ പനയുടെ ഫാമുണ്ട്. അപ്പോൾ അവിടെ പോയി ലോക്കൽ ബദുവിൻസിനെ അവരെ വണ്ടിയിൽ അവിടെ പോയി അവരെ കൊണ്ട് ചോദിപ്പിച്ചു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് നിങ്ങളാരും ഇറങ്ങിയത് ഞങ്ങൾ ഇറങ്ങിക്കോളാം, ഞങ്ങളെ വേഷം കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല, നിങ്ങൾ ആദ്യം ഇറങ്ങി കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ വെടിവെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല, അങ്ങനെ ഇരുന്നു. അപ്പം പുള്ളി പോയിട്ട് ചോദിച്ചു, എന്തൊക്കെ ഭയങ്കര പ്രശ്നം അവിടെ നടക്കുന്നുണ്ട്. അത് പുള്ളി തിരിച്ച് ഓടി വന്നു പറഞ്ഞാൽ ആൾ വെടിവെക്കാൻ നിൽക്കണം, സമ്മതിക്കില്ല, എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. നോക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ മതിൽ ഇയാളെ ഇതിൻ്റെ മതിലിൻ്റെ വെളിയിൽ ഈ സാധനം ഇഷ്ടംപോലെ കിടപ്പുണ്ട്, ഉണങ്ങിയത്. നമുക്ക് വേസ്റ്റ്, നമുക്ക് ഉണങ്ങിയ സാധനമാണ് വേണ്ടത്. പുള്ളിയോട് ചോദിച്ചു നമ്മൾ അതിനാണ്, പക്ഷെ പുള്ളിക്ക് എന്തോ തരാൻ റെഡിയല്ല. അപ്പോൾ എനിക്കത് കിട്ടിയേ പറ്റൂ, വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ തിരിച്ചു വന്നു. രാത്രി ബിദുവിൻസിനടുത്ത് പറഞ്ഞു എനിക്ക് കിട്ടണം, നമുക്കൊരു 4-5 വണ്ടിയോട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിയോട് പോയി രാത്രി പോയിട്ട് ഇതെല്ലാം കട്ടെടുത്തു. എല്ലാം എല്ലാ സാധനം കട്ടെടുത്ത് കൊണ്ടുവന്നു. കണ്ട വെടിവെച്ചിടുന്നുള്ള 100% ഉറപ്പാണ്. പക്ഷെ ആ സമയത്ത് നമുക്ക് അങ്ങനെ ചിന്തിച്ചില്ല, നമുക്ക് സാധനം കിട്ടിയേ പറ്റുള്ളൂ. പിന്നെ ഇവിടത്തേക്ക് ഇപ്പൊ മരുഭൂമിയിലേക്ക് എന്തെങ്കിലും എത്തിക്കണമെങ്കിൽ തന്നെ ഒരുപാട് ദൂരം ഉണ്ടാവും. നമുക്ക് ഒരു നജീബ് കിടന്ന് ഉറങ്ങുന്ന ഒരു പഴകിയ വണ്ടി ദ്രവിച്ച് കിടക്കുന്ന ഒരു വണ്ടി മസറയുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അത് വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു ബോഡി തപ്പി പിടിച്ചിട്ട് അത് കൊണ്ടുവന്നു. പക്ഷെ അത് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് സാധാരണ വണ്ടിയിൽ കയറ്റി കൊണ്ടുവരാൻ പറ്റില്ല. JCBയിൽ ക്രെയിനിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് ക്രെയിനിൽ കെട്ടിവെച്ച് വന്നപ്പോൾ രണ്ടും ബ്ലോക്കായി പോയി, മരുഭൂമിയിൽ കയറി വരുന്നില്ല. അങ്ങനെ ഒരു ഈ റോളർ വന്നുകൊണ്ട് റോളർ ഇതിനെ തള്ളിക്കൊണ്ട് കുറേ വരാൻ നോക്കി അതും നടക്കുന്നില്ല. അവസാനം ഒരു 6 വീലർ വണ്ടി കൊണ്ടുവന്ന് കെട്ടി വലിച്ച് കൊണ്ടുവന്നിട്ടാണ് ഈ ക്രെയിനി ഈ വണ്ടീനെ എല്ലാറ്റിനും ഒരുമിച്ച് തല്ലി വലിച്ചു കൊണ്ടിട്ടാണ് ഇതിനോട് കുഴിച്ച് ഇട്ടത്, ഈ വണ്ടിയോട് കുഴിച്ചിട്ടത്. ഇവിടെ ഈ മസറയിലൊക്കെ രാത്രിയൊക്കെ ഷൂട്ട് ഉണ്ട്. രാത്രി ഇതുപോലെ ഒരു ക്ലൈമാറ്റിക് എക്സ്ട്രീമിറ്റീസ് പിന്നെ രാത്രി ചില സമയത്ത് ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല, ഭയങ്കര പൊടിക്കാറ്റായിരിക്കും. പൊടിക്കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല അവിടെ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും കൂടി നിൽക്കും, വട്ടം പിടിച്ചാൽ നിന്നിട്ട് എല്ലാവരും കൈ കോർത്ത് പിടിച്ച് ഇങ്ങനെ ഷോൾഡറിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഒരു ബലം കിട്ടില്ല നമുക്ക് എല്ലാവർക്കും. അങ്ങനെ വട്ടം നിൽക്കും. അപ്പോൾ ആ പൊടിക്കാറ്റ് ഇങ്ങനെ ചെവിയിലൊക്കെ ഇങ്ങനെ അങ്ങനെ അടിച്ചു കയറും. അപ്പം നമ്മൾ രാവിലെ ലൊക്കേഷനിൽ വന്നിട്ട് രാത്രി തിരിച്ച് റൂമിൽ പോകുമ്പോൾ റൂമിൽ വെളിയിൽ എത്തുമ്പോൾ ഷൂ കൂരി കഴിഞ്ഞാൽ ഒരു കൊട്ടയ്ക്ക് മണലുണ്ടായിരിക്കും. കുളിച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൽ ഫുൾ നനഞ്ഞ് വളരെ അത്രയും നൈസ് മണൽ ആയിരിക്കും കുളിക്കാൻ. ഓരോ ദിവസം റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇന്ന് എന്തൊക്കെ പരീക്ഷണം ഉണ്ടായിരിക്കുക ദൈവത്തിന് അറിയാമെന്ന് പറഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങുക. അതെ, ഈ കാലാവസ്ഥ ഏത് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും മാറാം. ആ ഫസ്റ്റ് ഒരു ഷെഡ്യൂൾ തന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫസ്റ്റ് ഷെഡ്യൂൾ ഷൂട്ട് നടത്തുന്നു, ഏകദേശം കഴിയാറായി.
അപ്പോൾ ടിക്കറ്റ് 5 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ള ടിക്കറ്റൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു, എല്ലാം എടുത്തു കഴിഞ്ഞാണ്. അപ്പോൾ 5 ദിവസം മുമ്പ് ഇതുപോലെ കുറച്ച് സീനുകൾ ബാക്കിയുണ്ട്. അപ്പോൾ അന്ന് തലേ ദിവസം മുതൽ ഭയങ്കര പൊടിക്കയറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ വെറുതെ നിൽക്കാൻ പറ്റുന്നില്ല, ഷൂട്ട് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ 2 ദിവസം ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട് പോയി നിന്നു നിൽക്കുക. അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, ഇങ്ങനെ പൊടിക്കയറ്റാണെങ്കിൽ നാളെ മുതൽ മഴയായിരിക്കും ഉറപ്പാണ്, അല്ലാണ്ട് ഇങ്ങനെ പൊടിക്കയറ്റ് വരില്ല. സത്യമായിരുന്നു. പിന്നെ മഴയായിരുന്നു. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അങ്ങനത്തെ മഴ. ഞങ്ങൾക്കാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ ഒരു 3 ദിവസമായിട്ടും ഷൂട്ടിങ് നടക്കുന്നില്ല. 2 ദിവസം പൊടിക്കാറ്റായിട്ട് പോയി, 3 ദിവസം മഴയായിട്ട് പോയി. ഇനി ആ ഒരു 2 ദിവസം ബാലൻസ് ഉണ്ട്, നമുക്ക് തിരിച്ച് നാട്ടിൽ വരണം. അങ്ങനെ ടിക്കറ്റ് ക്യാൻസൽ ആക്കാം, ടിക്കറ്റ് ആ പൈസ പോയാലും കുഴപ്പമില്ല, നമുക്ക് ഇത്രയും ഭാഗം ഷൂട്ട് ചെയ്തിട്ടേ പോരാൻ പറ്റുള്ളൂ എന്നുള്ള തീരുമാനം എടുത്തു. പക്ഷെ ഞങ്ങളുടെ മനസ്സിലൊക്കെ മൈൻഡ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഇനി 5 ദിവസം കൂടെ ഇല്ലുള്ളൂ, 5 ദിവസം കഴിഞ്ഞ് നാട്ടിൽ പോകാനുള്ളൂ എന്നുള്ള ഒരു മൈൻഡ് അങ്ങനെ സെറ്റായി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് പെട്ടെന്ന് അങ്ങോട്ട് പറ്റുന്നില്ല. ഇനി അല്ല യാത്ര വീണ്ടും മാറും എന്ന് പറഞ്ഞപ്പോൾ നമുക്കത് പറ്റുന്നില്ല. ഒന്നാമത് നമുക്ക് ഒരു എൻജോയ്മെന്റ് ഇല്ല. ഇവിടുന്ന് രാവിലെ ആണ് പോവുക, മരുഭൂമി, തിരിച്ചു വരിക, അതല്ലാണ്ട് വേറെ കുറേ കാറ്റ് കൊള്ളുക, കുറേ മറിഞ്ഞു വീഴുന്നതൊക്കെ എന്നല്ലാണ്ട് ഒന്നും നമുക്ക്. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു കയറ്റം കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഭയങ്കര കുഴിയായിരിക്കും. അങ്ങനെയാണ് ഈ മരുഭൂമിയിൽ സാധാരണ നടക്കുന്ന പോലെ അല്ലല്ലോ, ഭയങ്കര ഇരട്ടി സ്ട്രെസ് എടുക്കണ്ടേ. അപ്പോൾ ഈ മഴ വന്നു. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഭയങ്കര നിരാശയായി. അപ്പോൾ ഒരു ദിവസം പുലർച്ചെ നമ്മുടെ ലൈൻ പ്രൊഡ്യൂസർ ഈപ്പൻ സാറ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പുലർച്ചെയാണ്, നമുക്കൊന്ന് പോയി നോക്കാം, അവിടെ സെറ്റിലേക്കും പോയി നോക്കാം, എന്താണ് അവിടെ സ്ഥിതി എന്ന് പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ശരി പോകാം, നമുക്ക് പോകാൻ. ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് ഞാനും ഈപ്പൻ സാറും പിന്നെ റെജി തരങ്ങണി ഇതിലത്തെ റെജി എന്ന് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ 3 പേരും കൂടിയിട്ടും അവിടെ പോയി. അവിടെ 2 കളിപ്പിച്ച് പോയത്. അപ്പോൾ ലോക്കൽ പ്രൊഡക്ഷൻ ആൾക്കാർ പറഞ്ഞു അവിടെ ഈ സ്വന്തം പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞങ്ങൾ പക്ഷേ പോയി. അവിടെ പോയി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ഈ നമ്മളുണ്ടാക്കിയ സെറ്റിൻ്റെ ഈ കാലുകളിലെ ഇങ്ങനെ വെള്ളം ഒഴുകി വന്നിട്ട് ഒരു സൈഡ് മൊത്തം വെള്ളവും മണലും കൂടി വന്നിട്ട് ഒരു സെറ്റിൻ്റെ ഒരു സൈഡ് മൊത്തം ഇങ്ങനെ മണ്ണ് നിറഞ്ഞു. പിന്നെ അവിടെ കിടന്നിരുന്ന പിക്ചർ വേകളുണ്ട്, കണ്ടിന്യൂറ്റി ഒരു വണ്ടി, ഈ കഫീൽ ഉപയോഗിക്കുന്ന വണ്ടി. ആ വണ്ടി വെള്ളത്തിൽ നിരങ്ങി വന്നിട്ട് ഒരു ടാങ്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് വെള്ളം ഉപയോഗിക്കുന്ന പോലെ സെറ്റിൻ്റെ ഭാഗമാണ് അത്, വലിയ ടാങ്കാണ്. അതിന്മേൽ വന്ന് ഇടിച്ച് ആ ടാങ്ക് മറിഞ്ഞു വീണ്. ജനറേറ്റർ വണ്ടി ഉണ്ടായിരുന്നു, ജനറേറ്റർ വണ്ടി മൊത്തം അടിയിലത്തെ മണ്ണ് ഇങ്ങനെ പോയി അത് മണലിൽ ഇറങ്ങിപ്പോയി. ഒരു തരത്തിലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു തീരുമാനം എടുത്തു, ഞാനും ഈ സാർ കൂടിയിട്ട്, നമുക്ക് എന്തായാലും ഇന്നത്തോടെ ഷൂട്ട് ചെയ്യാൻ, നാളെ അവിടെ നിന്ന് പോവാം, ഇന്ന് ഫുള്ള് നമുക്ക് എങ്ങനെയും ഷൂട്ട് ചെയ്തേ പറ്റും എന്നുള്ളൊരു മൈൻഡ് കയറ്റി. അപ്പോൾ ഞാൻ നമ്മുടെ ആ പിള്ളേരോട് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് കയറി വരാൻ പറഞ്ഞു, ഇന്ന് ഷൂട്ട് ചെയ്യാൻ ഒരു കുഴപ്പമില്ല, ഇവിടെ എല്ലാം ഓക്കെ, കയറി വരാമെന്ന്. അങ്ങനെ നമ്മളെ പിള്ളേർ നേരെ കയറി വന്നു. അപ്പം എല്ലാവർക്കും പിന്നെ നാളെ പോകാമെന്നുള്ളൊരു ഇത് വന്നല്ലോ. അപ്പോൾ ആ കുറഞ്ഞ സമയം കൊണ്ട് എല്ലാം റീസെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റീസെറ്റ് ചെയ്തു. ഷൂട്ടിങ്ങും എല്ലാവരും ആഞ്ഞി പിടിച്ച് അങ്ങോട്ട് പിറ്റേ ദിവസം പുലർച്ചെ 3 മണി വരെ നിന്ന് ഷൂട്ട് ചെയ്ത് തീർത്ത് 3 മണിക്ക് റൂമിലോട്ട് എത്തി, കുളിച്ച് റെഡിയായി. 4:30-5 മണിയാകുമ്പോഴേക്കും വണ്ടി കയറിയായപ്പോൾ അത് മറക്കാൻ പറ്റില്ല ആ ഒരു ദിവസം. അപ്പൊ അൾജീരിയയിലാണല്ലോ അതിന്റെ ഒരു സർവൈവൽ പാട്ടൊക്കെ. അപ്പൊ അവിടുത്തെ ഒരു മരുഭൂമിയുടെ സ്വഭാവം എങ്ങനെ? ഇതുപോലൊക്കെ തന്നെയായിരുന്നു? അവിടെ വേറെ സ്റ്റൈലാണ് അവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് മയമുണ്ട്, ഇവിടുത്തെ മരുഭൂമിക്ക് കുറച്ച് അവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മരുഭൂമി അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ വേവ് പോലെ തോന്നുന്നു നിൽക്കുമ്പോൾ. പക്ഷെ അങ്ങനെ തോന്നും. പക്ഷെ ഇവിടുന്ന് ഇറങ്ങി അവിടേക്ക് കയറണമെങ്കിൽ ഇങ്ങനെ കുഴിയിലോട്ട് ഇറങ്ങി പോകണം. എന്നിട്ട് ഈ ഇത്ര കുഴിയെ ഇറങ്ങി അത്ര തന്നെ മുകളിലോട്ട് കയറണം. എന്നിട്ടാണ് അപ്പുറത്തേക്ക് പോകാൻ പറ്റും. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ പ്ലേസേറ്റ് ഇവിടെ നിന്നിട്ട് ഇതാ അപ്പുറത്ത് അവിടെ ഒരു മാർക്ക്, അവിടെ ഒരു ആട് നിൽക്കുന്നു, അത് മാറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല, ചെല്ലാൻ എളുപ്പമല്ല. മാത്രമല്ല ഇപ്പൊ ഈ വേറെ ആൾക്കാർ മാർക്ക് വരാൻ പാടില്ല, 4 മാർക്ക് വരാൻ പാടില്ല. അത്രയും വെർജിൻ ആയിട്ടുള്ളൊരു മരുഭൂമിയായിട്ടാണ് ഇവര് മാത്രമാണ് അവിടെ ജീവിക്കുന്നത്. അപ്പോൾ വേറെ ഒരു മാർക്കൊന്നും വരാനും പാടില്ല. അപ്പോൾ വണ്ടികളൊക്കെ എടുക്കുന്നത് നമ്മൾ ഒരു ഫിലിം ഫ്രെയിം വരാത്ത രീതിയിൽ അങ്ങ് അകലെയായിരിക്കും വണ്ടികൾ എടുക്കുന്നത്. അവിടെ നിന്ന് നടന്നു വന്നിട്ടായിരിക്കും നമ്മളൊരു പോയിന്റിൽ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നത്. പിന്നെ ഇവര് നടന്നു വരുന്ന സീക്വൻസ് ഇങ്ങനെ വൈഡൊക്കെ വയ്ക്കുമ്പം
ഇവരെ രണ്ടുപേരെയും 3 പേരെയും കാൽപ്പാട് മാത്രം ഉണ്ടാവാൻ പാടുള്ളൂ, വേറെ ആരും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇവരെ കൊണ്ട് ഇറക്കുന്നത് ഇപ്പം നമ്മളിങ്ങനെ പോയിന്റ് ചെയ്ത് ഇങ്ങനെ ആ ലൈറ്റ് വെച്ചിട്ട് കാണിക്കുന്നത് എവിടെയാണ് അവിടുന്ന് നടന്ന് ഇതുവരെ വരണം എന്നുള്ള സാധനം കാണിക്കും. അപ്പോൾ ഇവരെ കൊണ്ട് ഇറക്കുന്നത് ഈ ക്യാമറയിൽ ഫ്രെയിമിൽ ടയർ മാർക്കൊന്നും വരാത്ത രീതിയിൽ ഇങ്ങനെ ഹൈഡ് ചെയ്ത് പോയിട്ട് അങ്ങേറ്റത്ത് വേറെ ഒരു ഡ്യൂൺസിൻ്റെ ഇതിൽ മറവിൽ കൊണ്ട് ഇറക്കിയിട്ട് ഇത് തിരിച്ചു വരണം, വണ്ടി തിരിച്ചു വരണം. എന്നിട്ട് അവിടുന്ന് ഈ പോയിന്റിലേക്ക് അവർ നടന്നു വരണം. അപ്പോൾ ഇവരെ 3 പേരും കാൽപ്പാട് മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ അവിടെ. അപ്പോൾ ഇവർ 3 പേര് നടന്ന് അതേ ഇവർ സാധാരണ ഇവർ നടന്നു വന്ന പോലെ കാണിച്ച് ഈ പോയിന്റിലേക്ക് എത്തണം, നടന്നു വരണം. എന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യണം. ഇനി പിന്നെ അത് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ തുടങ്ങാം, പിന്നെ അങ്ങോട്ട് ബാക്കിൽ പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ഈ സ്ഥലമുണ്ടാവും, പിന്നെ നമുക്ക് താഴോട്ട് കുഴി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ലൈറ്റിന് ഷെയ്ഡിനനുസരിച്ചുള്ള സ്ഥലമായിരിക്കില്ല പിന്നെ വിടാൻ പോകുന്നത്. അപ്പോൾ അന്ന് ബ്രേക്ക് കഴിഞ്ഞു, അത് ആ ഷോട്ട് കഴിഞ്ഞു. ഇങ്ങനെ പല ദിവസങ്ങളും ഞങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പ്ലസ്സായിട്ട് ഉദ്ദേശിക്കുന്ന ആ സാധനം കറക്റ്റായിട്ട് കിട്ടാൻ മാത്രമേ ഷൂട്ട് ചെയ്യുള്ളൂ. രാവിലെ ഇഷ്യൂ വരും. ഈ ലൈറ്റിൻ്റെ ഷേഡോ മാർക്ക് അതിൽ കണ്ടിന്യൂറ്റി ഉണ്ട്. ഇവർ വന്ന സ്ഥലത്തിൻ്റെ ലാൻഡ് കാൽപ്പാട് കണ്ടിന്യൂറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. അൾജീരിയയിൽ ഒറ്റ ഷെഡ്യൂൾ ഉണ്ടായിരുന്നുള്ളൂ. എത്ര ദിവസം ഷൂട്ട് ചെയ്തു? ഏകദേശം 50-55 ദിവസം ഷൂട്ട് ചെയ്തു. മറ്റേ ഒട്ടകത്തിന്റെ റിയാക്ഷൻ ഒക്കെ ആ മരുഭൂമി അത് ജോർദാനിലായിരുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞ ഈ വോയിസ് സെറ്റ് ചെയ്തത്. ഈ അരുവി അതെങ്ങനെ സെറ്റ് ഇട്ടു അവിടെ? ഞങ്ങൾ ലൊക്കേഷൻ നോക്കാൻ പോകുമ്പോൾ ഭാഗ്യത്തിന് കണ്ട ലൊക്കേഷനാണ് അത്. പക്ഷെ വെള്ളമൊന്നുമില്ല, ഒരു അതിശയം പോലെ ഒരു മരുഭൂമിയുടെ അങ്ങേറ്റത്ത് നടുക്കിൽ ഒരു പച്ചപ്പ്, ഒരു വലിയൊരു മരം ഇങ്ങനെ വളർന്നിട്ട് ഇങ്ങനെ ചെറിയൊരു മരം വളർന്ന് ഇങ്ങനെ താഴെ പോയി വീണ്ടും വളർന്ന് അങ്ങനെ ഒരു സാധനം നിൽക്കുന്നുണ്ട്. ഒറിജിനലുണ്ട്, ആ മരം ഒറിജിനലായിരുന്നു. അപ്പോൾ അവിടെ ആണ് അതിൻ്റെ താഴെയായിട്ടാണ് നമുക്ക് വോയിസ് സെറ്റ് ഇടാം. കാരണം ഒരു പച്ചപ്പ് എടുത്ത് കിട്ടി സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് താഴെയാണ് അവിടെ. അപ്പോൾ ഏകദേശം ഇവിടുന്ന് അകലെ പുറത്ത് ഇവരെ വ്യൂ പോയിന്റിൽ ഇവർ ഒന്ന് നോക്കുമ്പോൾ ആ വെള്ളം കാണുമ്പോൾ അവരെ വ്യൂ പോയിന്റിൽ കുറച്ച് വലിപ്പത്തിൽ കാണുന്ന ഒരു സാധനമായിരിക്കണം. അപ്പോൾ അത് നമുക്ക് അവിടെ നിന്നുകൊണ്ട് ഈ ഗ്രൗണ്ട് മാർക്ക് ചെയ്യുമ്പോൾ അത് വലിയൊരു തടാകമാണ് ശരിക്കും പറഞ്ഞാൽ, അത്രയും സൈസ് ഉണ്ട്. ഇന്നലെ അത് മുകളിൽ നോക്കുമ്പോൾ അവർ കുറച്ചെങ്കിലും ഫീൽ ചെയ്യുള്ളൂ. അങ്ങനെ അത് അവിടെ അങ്ങനെ JCB വെച്ചിട്ട് മണലൊക്കെ മൊത്തം കോരിയെടുത്ത് പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റ് ഫുള്ള് വിരിച്ച് അത് 6-7 കോട്ടിങ് ഉണ്ട് പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് സൈഡിലൊക്കെ മണ്ണിട്ട് കവർ ചെയ്ത് പിന്നെ ഈ 6 വീലർ വേറെ വണ്ടിയൊന്നും വരില്ല അവിടേക്ക്. 6 വീലർ ടാങ്കർ മാത്രമേ വരുള്ളൂ. അത് രാവിലെ ഏകദേശം ഒരു 9 മണി വരെ മാത്രം വണ്ടി വെള്ളം നിറയ്ക്കാൻ പറ്റും, പിന്നെ പറ്റില്ല. പിന്നെ ടയർ മണൽ ചൂടായാൽ വരാൻ പറ്റുക. അങ്ങനെ എത്രയോ ലോഡ് കണക്കിന് വെള്ളം ടാങ്കർ വന്ന് നിറച്ചിട്ടാണ് വെള്ളം അത്രയും നിറച്ചിട്ടുള്ളത് ഷീറ്റിൽ. പിന്നെ സൈഡ് വേറൊരു ഫാമിൽ കൊണ്ടുപോയിട്ട് അവിടെ പുല്ലൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് പുല്ലൊക്കെ ആ കടയോട് കൂടിയിട്ട് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിന് നനയ്ക്കാൻ ഒരാളെ അവ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഇപ്പം നാളെ ഷൂട്ട് വെച്ചെങ്കിൽ ഇന്ന് രാവിലെ മുതലേ ടാങ്കർ വന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവിടെ ഈ പന വേണമായിരുന്നു. പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്നൊരു പനയായില്ല. അപ്പോൾ അതിൻ്റെ ഒരു വൈൽഡ് പാമാണ് വേണ്ടത്. കാരണം വേറെ ആരും വരാത്തൊരു ഏരിയയാണ്. അവിടെ വന്നിട്ട് ഒരാൾ അവിടെ ഈത്തപ്പഴം പറിച്ചു തിന്നാനോ ഒന്നും ആരോട് ഇല്ല. അതൊന്നും വെട്ടി ഭംഗിയായിട്ട് കുറേ ഉണങ്ങിയ സാധനം ഒന്നും പറ്റില്ല, ഭംഗിയാക്കി വെക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വൈൽഡ് പാമ്പ് എങ്ങനെയാണെന്ന് അറിയണം. അപ്പോൾ അവിടുത്തെ ഒരു കൃഷിയുണ്ട്, ഡ്രൈവർ, പുള്ളി റിസ്ക് എടുത്തിട്ട് എന്നെ വണ്ടി കയറ്റിയിട്ട് ഈ വൈൽഡ് പാമ്പ് ഉള്ളൊരു സ്ഥലം കാണിച്ചു തന്നു. അത് ഈ മരുഭൂമിയുടെ ജീവൻ പണയം വെച്ചുള്ള യാത്രയായിരുന്നു. അത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പുള്ളിയുടെ വണ്ടി വന്നത് പഴയൊരു വണ്ടിയാണ്. അത് ഇടയ്ക്ക് കംപ്ലൈൻ്റ് ആവുകയും ചെയ്യും. പക്ഷെ പുള്ളിക്ക് മാത്രമേ നന്നാക്കാൻ അറിയുള്ളൂ. പെട്ടെന്ന് പുള്ളി നന്നാക്കുകയും ചെയ്തത്. ആ പുള്ളിയുടെ വണ്ടിയിൽ ഇങ്ങനെ വണ്ടിയൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് കുത്തിയിടിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ഇങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്യാൻ ഈ വൈൽഡ് പാമ്പുള്ള സ്ഥലത്തേക്ക് കാണിച്ചു തന്നിരിക്കും. അപ്പോൾ നോക്കിയപ്പോൾ എന്താ പറയുക, ശരിക്കും ഇങ്ങനെ ഒരു പനയുടെ ഒരു ഭംഗി ഭയങ്കര പേടിപ്പെടുത്തുന്ന സാധനം പനയാണ്. അങ്ങനെ പച്ചപ്പ് ഇങ്ങനെ മുകളിലുണ്ട്, ബാക്കിയെല്ലാം ഇങ്ങനെ ഈ ഉണങ്ങിയ പട്ട ഇങ്ങനെ താഴെ മുട്ടിയിട്ട് ഇങ്ങനെ വേറൊരു ഷേപ്പാണ്. ചുറ്റും അങ്ങനെ ഉണങ്ങി ദ്രവിച്ച ഈ പട്ടകളും ഒക്കെ എടുക്കുന്നത് ഭയങ്കര ഫീലാണത്. അപ്പോൾ അതേപോലെ നമ്മൾ
ഇവിടെ ഈ വൈൽഡ് പാമ്പ് ഒരു 6 പാമ്പ് സെറ്റ് ഇട്ടു. അത് വേറൊരു സ്ഥലത്തു നിന്ന് പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ക്രീം വെച്ച് കൊണ്ടുവന്നിട്ട് പന കൊണ്ടുവന്നു. ഒറിജിനൽ പന കൊണ്ടുവന്നിട്ട് കുഴിച്ചിട്ടിട്ട് ബാക്കിയുള്ള ഈ ബാക്കിയുള്ള പനകളുണ്ടോ ഇതിൻ്റെ പനകൾ, അത് ഈ പനകൾ നിൽക്കുന്ന ഏരിയയിലോട്ട് പോയിട്ട് അവിടുന്ന് അതിൻ്റെ പട്ടകളെല്ലാം ഈ അൾജീരിയയിൽ വേറെ ഗുണമുണ്ട്. അവിടെ വെറുതെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ പനകളുണ്ട്, ജോർദാൻ പോലെയല്ല, അവിടെ ഇഷ്ടം പോലെ പനകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഈ ഉണങ്ങിയ പട്ടകളൊക്കെ എല്ലാം കൊണ്ടുവന്ന് അതെടുക്കാം. അതെടുത്ത് കൊണ്ടുവന്ന് ഇതിലെല്ലാം കെട്ടുകമ്പിച്ച് ഫിറ്റ് ചെയ്താണ് എല്ലാം. പിന്നെ ഈ പച്ചപ്പട്ട ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ ശരിക്കുള്ള പനയുടെ പച്ചപ്പട്ടയൊക്കെ ഉണങ്ങിപ്പോയിണ്ടായിരുന്നു. പിന്നെ നാളെ രാവിലെ ഷൂട്ടിങ് വെച്ചെങ്കിൽ നാളെ പുലർച്ചെ നമ്മൾ കൊണ്ടുപോയിട്ട് ഈ അവിടുന്ന് പട്ട കൊണ്ടുവന്നിട്ട് ലെയർ വെച്ച് കെട്ടി നിന്ന് ഈ പച്ചപ്പട്ട മൊത്തം ഈ പനയമ കെട്ടുമ്പീച്ച് കെട്ടി ഫിറ്റ് ചെയ്യണം. അത് ടോപ്പിന് മാത്രം ഒരു തൊപ്പി പോലെ നിൽക്കും ഈ പച്ചപ്പട്ട. ബാക്കി അവിടുന്ന് ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി വേറൊരു ഷേപ്പിൽ ഇങ്ങനെ കിട്ടും. അങ്ങനെ ആ സാധനം അതൊക്കെ സെറ്റ് ചെയ്തു. വലിയൊരു റിസ്ക്. അത് ഇത്രയും ദൂരമാണ്. സഹാറ മരുഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളൊക്കെ പണ്ട് സ്കൂൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഭാഗ്യം കിട്ടി കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും. അതുപോലെ അവിടെ മഴ പെയ്യുന്നുണ്ടല്ലോ, അതൊരു വലിയ ടാസ്ക് ആയിരുന്നു. ആലിപ്പഴം അതെങ്ങനെയായിരുന്നു? അത് ഞങ്ങളിവിടുന്ന് ആലിപ്പഴം ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോയി നാട്ടിൽ നിന്ന് ഉണ്ടാക്കി. അത് ഈ ഫോം ഷീറ്റിൽ ഉള്ളിൽ നമുക്ക് ഈ ബെയറിങ്ങിൻ്റെ ഉള്ളിലുള്ള വലിയ ബോളൊക്കെ കൊണ്ട് ഫിറ്റ് ചെയ്തിട്ട് അതിന് മീതെ നമ്മൾ ക്ലിയർ സിലിക്കോൺ വെച്ചിട്ട് പൊടിയൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ പെട്ടിയിൽ ഏകദേശം ഒരു 18ഓളം പെട്ടികൾ വലിയ ബോക്സ് നിറയെ നമ്മൾ ഫുള്ളായിട്ട് ഉണ്ടാക്കി കൊണ്ടുപോയി അവിടേക്ക്. എന്നിട്ട് ഈ നല്ല വെയിലുള്ള സമയത്ത് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് നല്ല മഴക്കാറൊക്കെ അങ്ങനെ ഫീൽ ചെയ്യും, ഒരു ഇരുട്ട് ഫീൽ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അന്ന് നമ്മൾ വെതർ നോക്കും, ഏത് ദിവസമാണ് ഈ ക്ലൗഡി ആയിട്ടുള്ള ദിവസം നോക്കും. സണ്ണി എല്ലാ ദിവസം ചെയ്യില്ല, ക്ലൗഡി ആയിട്ടുള്ള ദിവസം എന്താണെന്ന് നോക്കിയിട്ട് അപ്പോൾ അന്ന് നമ്മൾ ഈ റെയിൻ സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി. റെയിൻ സെറ്റപ്പ് നമ്മുടെ നാട്ടിൽ കൊണ്ട് റെയിൻ സെറ്റപ്പ് ഒന്നും ഇല്ലടാ, നമ്മളവിടെ ഉണ്ടാക്കിയതാണ്, കുറേ എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയതാണ്. ടാങ്കറും വെച്ചിട്ട് ഈ മോട്ടറൊക്കെ നമ്മൾ രാത്രി ഇരുന്നിട്ടൊക്കെയാണ്. വലിയ ടാസ്ക് ആയിരുന്നു അത് വലിയൊരു പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ടാസ്ക് ആയിരുന്നു അത്. പറയാം. അതെന്ന് വെച്ചാൽ അല്ല ഇവിടെ ഇതെന്താ വെച്ചാല് നമ്മുടെ നാട്ടിലിപ്പോൾ ഇഷ്ടംപോലെ വണ്ടി നമ്മുടെ നാട്ടിൽ ഫയർഫോഴ്സിന്റെ വണ്ടിയുണ്ട്, ടാങ്കറിൽ നമ്മൾ ലോറിയിൽ നമ്മൾ ടാങ്കർ വെച്ചിട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇത് അതൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. നമ്മൾക്കിത് അവിടേക്ക് വെള്ളം എത്തിക്കുക, കുറെ ടാങ്ക് കൊണ്ടുവയ്ക്കുക, ഇത് അതിൽ കുറെ വെള്ളം നിറയ്ക്കുക, അത്രേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും ടാങ്കുകൾ അങ്ങോട്ട് വെച്ചിട്ട് ഈ ഓരോ ടാങ്കുകളും തമ്മിൽ അടിയിൽ നിന്ന് കണക്ഷൻ കൊടുത്തു. അപ്പോൾ ഒരു ടാങ്കിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ എല്ലാ ടാങ്കിലേക്കും നിറയണ വരെ അപ്പോൾ അത്രയും വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്യാം. അതിന് വേണ്ടി മാത്രം ഒരു ഏരിയ ഫിക്സ് ചെയ്തു. അതിൽ ഇത്രയും ടാങ്ക് മൊത്തം ഫിറ്റ് ചെയ്തിട്ട് അത്ര വെള്ളം ഇങ്ങനെ കൊണ്ട് നിറച്ച് ഫില്ല് ചെയ്തു. പിന്നെ നമ്മൾ മോട്ടറുകൾ, കുറേ മോട്ടറുകളും പൈപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര അത്ര പൈപ്പുകളും നല്ലതാണ്. ഇത്രയും അകലേക്ക് ഈ പൈപ്പ് എത്തിക്കണം. അത് ഒരു ലെങ്തല്ല, പല സ്ഥലത്തു നിന്ന് പല ഏരിയയിൽ നിന്ന് നമ്മൾ ഇത് പിടിക്കണം. അപ്പോൾ അത്രമാത്രം പൈപ്പ് വേണം. ഈ പൈപ്പ് വന്നാലോ, ഈ പൈപ്പ് നമ്മൾ മഴവെള്ളം ഉണ്ടാക്കുമ്പോൾ നമുക്ക് വലിക്കുമ്പോൾ ഈ ഗ്രൗണ്ടിൽ ഈ പൈപ്പിന്റെ മാർക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ മരുഭൂമി എപ്പോഴും ഇങ്ങനെ ഇളകാതെ നിൽക്കണം. അവിടെ ഈ വെള്ളം തുള്ളികൾ വീണതിന്റെ ഡോട്ടും നനവും അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഈ പൈപ്പ് പക്ഷെ നമുക്ക് അവിടേക്ക് വെള്ളം എത്തി വേണം. അപ്പൊ ഈ മാർക്കൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഈ പൈപ്പിനെ നമ്മൾ അവിടെ നിന്ന് വേറെ വഴിയിലോട്ട് കൊണ്ടുവന്നിട്ട് ഹൈഡ് ചെയ്ത് നിന്ന് ഒരു ഡ്യൂൺസിന്റെ നിറവിന് ഹൈഡ് ചെയ്ത് നിന്നിട്ടൊക്കെ വേണം നമ്മൾ ഇത് വെള്ളം അടിക്കാനൊക്കെ. അതിനു വേണ്ടി മാത്രം തന്നെ സമയം പോകും. അപ്പോഴേക്കും നമ്മൾക്ക് അത്രയും സമയം നമ്മൾ വിചാരിച്ച സമയത്തിലേക്ക് അത് എത്തിരാകുമ്പോഴേക്കും ഇവിടെ ടെൻഷൻ തുടങ്ങും. കാരണം ലൈറ്റിന്റെ പൊസിഷൻ മാറും, കണ്ടിന്യൂറ്റി മാറും, പിന്നെ ചെയ്യാൻ പറ്റണ്ടാവും. അങ്ങനെയുണ്ട്. അപ്പൊ ഈ ക്ലൗഡ് പിന്നെ അതുപോലെ ഈ ക്ലൗഡി പൊസിഷൻ നോക്കിയിട്ട് ഡേ നോക്കി നിൽക്കും. ക്ലൗഡിയുള്ള ദിവസങ്ങൾ അപ്പം നമ്മൾ നോക്കിയിരിക്കും. അപ്പോൾ ഒരു കറുത്ത മേഘമൊക്കെ വരുമ്പോൾ നമ്മൾ തുടങ്ങും ഇത്. പിന്നെ അത് മഴ പെയ്ക്കാൻ തുടങ്ങും. മഴ പെയ്ക്കാൻ തുടങ്ങിയ പിന്നെ അങ്ങനെ ഈ ആലിപ്പഴങ്ങൾ ഇങ്ങനെ പല ആൾക്കാരുടെ കയ്യിൽ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ബോക്സ് വിതറ. അവിടെ നിന്ന് ഇങ്ങനെ അടി 1 2 3 തറമ്പോ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ എറിയാണ്. ഇങ്ങനെ മുകളിലേക്ക് എറിയും, വാഞ്ഞെറിയും. ഇത്ര ആൾക്കാരുണ്ടല്ലോ, എല്ലാവരും കൂടി ആഞ്ഞുണ്ട് എറിയും മുകളിലേക്ക്.
പിന്നെ ഇവന്റെ രാജുവിന്റെ മുഖത്തേക്കൊക്കെ വെയിലൊക്കെ വന്ന് വീഴുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഈ നമ്മൾ ഉപ്പും കൂടി ഇതില് ഉപ്പും കൂടി മിക്സ് ചെയ്യും. അന്നേരം അപ്പൊ നല്ലൊരു വന്ന് വീഴുമ്പോ ഇച്ചിരി പൊട്ടിത്തെറിക്കില്ലേ, ആലിപ്പഴത്തിന്റെ ഇങ്ങനെ താഴെ വീഴുമ്പോ ഇച്ചിരി പൊടിയില്ലേ, അതൊക്കെ ഉപ്പ് ഫീൽ ചെയ്യാൻ വേണ്ടി. രാജുവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ ഞാനാണ് ലേഡറിന്റെ മോളിൽ നിന്നിട്ട് ഇങ്ങനെ രാജുവിന്റെ മുഖത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ആ മൂക്കിലൊക്കെ വന്ന് വീഴുമ്പോൾ ഷോട്ടിലുണ്ട്, മൂക്കിൽ വന്ന് വീഴുമ്പോൾ തെറിച്ച് ഇങ്ങനത്തെ ഒരു പീസ് തെറിച്ച് പോകും. അത് ഇവിടുന്ന് ഒക്കെ പരീക്ഷയായി പോയത്. നിങ്ങൾക്ക് എത്ര ടീം ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് പക്ഷെ ആകെ 8 പേരെ എന്റെ ആർട്ടിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഇത്രയും പണികളുണ്ടായിരുന്നു. എല്ലാരും കൂടെ അങ്ങ് ചെയ്യായിരിക്കും അല്ലേ? ഇങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പിന്നെ ആർക്കും അങ്ങനെ ചെയ്യാൻ സഹായിക്കാൻ പറ്റില്ല. എല്ലാവർക്കും അവരുടേതായ ജോലിയുണ്ടല്ലോ. ഇങ്ങനെ ആകുമ്പോ പിന്നെ അത് വേറെ ചെയ്യാൻ വേറെ മാർഗമല്ലേ, എത്ര ആൾക്കാർ പല സ്ഥലത്ത് നിന്ന് എറിഞ്ഞാലേ ഇത് നടക്കുള്ളൂ. അത് കുറച്ചൊന്നുമല്ലല്ലോ, വൈഡ് ഹാൻഡിൽ ഏരിയയിൽ. ഏകദേശം ആർട്ടിന് എത്ര ബഡ്ജറ്റ് ആയി കാണും? ആർട്ടിന് മാത്രം അത് പറയാൻ പറ്റില്ല, കാരണം അത്രമാത്രം ആയിട്ടുണ്ടായിരിക്കും. അതെന്താ വെച്ചാലും പിന്നെ ഇവിടുത്തെ പോലെ അല്ല നമുക്ക്. ഇപ്പോൾ ശരിക്കും അങ്ങനെ പറയാൻ പാടുന്ന ഇല്ല, എനിക്കറിയില്ല. കാരണം നമുക്ക് ഇവിടുത്തെ 1 രൂപ എന്ന് പറയണത് അവിടുത്തെ 110 രൂപയാണ്. അതിപ്പോൾ എന്തായാലും ഇവിടെ 110 രൂപ ഉണ്ടായാലല്ലേ അവിടെ ആ 110 രൂപ ചിലവാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു മണ്ണ് വാരിയിടാൻ വേണ്ടിയിട്ട് രാവിലെ വന്ന് അവർക്ക് ഒരു 3 മണിയാകുമ്പോഴേക്കും അവിടുത്തെ ജോലിക്കാർ പോകും. അവർക്ക് 3 മണി മേലെ അവർ വർക്ക് ചെയ്യില്ല. അപ്പോൾ അവർ വരുന്ന രാവിലെ 8 മണിക്ക് വരും, 3 മണിക്ക് അവർ പോകും. ഇവിടുത്തെ 6500 രൂപയാണ് ഓരോ പണിക്കാരും നമ്മൾ കൊടുക്കുന്നത്. ഒരു ദിവസം കൂലി കൊടുക്കുന്നു. ഇവിടുത്തെ 6500 രൂപ. അങ്ങനെ എത്ര പണിക്കാരെ നമ്മൾ അവിടുന്ന് ഈ മണ്ണ് മാന്താനും പിടിക്കാനൊക്കെ. നമ്മളെ ഒരു പ്രാവശ്യം സെറ്റ് ഇട്ട് പോയിട്ട് നമ്മൾ 5 വർഷം വരെ ഈ മസാല സെറ്റ് അവിടെ കീപ്പ് ചെയ്തു. അതിന് കണ്ടിന്യൂറ്റി മിസ് ആവാൻ പാടില്ലല്ലോ. ആദ്യ ഷെഡ്യൂളിൽ പോയിട്ട സെറ്റ് 5.5 വർഷം ഞങ്ങളവിടെ ഒരു സെക്യൂരിറ്റിനെ വെച്ചിട്ട് കീപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ഓരോ മാസം ആ സെക്യൂരിറ്റിക്കാരന് ശമ്പളം കൊടുക്കണം. പിന്നെ തിരിച്ചു വരുമ്പോ നമ്മുടെ സെറ്റൊക്കെ ഇങ്ങനെ കുറെ മണല് വന്ന് മൂടിണ്ടായിരിക്കും. ഞങ്ങള് ലാസ്റ്റ് ഷെഡ്യൂളിന് ഞങ്ങൾ പോയപ്പോൾ ലൊക്കേഷൻ നോക്കാം. ആദ്യം അൾജീരിയ പോണേക്ക് മുമ്പ് ആദ്യം ഞാനും ബ്രസേറ്റിനും കൂടി പോയിട്ട് ആദ്യം ജോർദാനിൽ 1-2 ലൊക്കേഷൻ നോക്കണ്ടായിരുന്നു. നോക്കി പോയിട്ട് അൾജീരിയയിൽ ഷൂട്ട് ചെയ്ത് തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ സെറ്റേ കാണാനില്ല, ഫുള്ള് മണൽ വന്ന് മൂടി ഓകുന്ന. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാ, സെക്യൂരിറ്റിക്കാർ അപ്പോഴും ഉണ്ട്, പക്ഷെ മണലേക്ക് വന്ന് മൂടി നോക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഞങ്ങൾ അൾജീരിയയിൽ നിന്ന് ഷൂട്ട് ചെയ്ത് തിരിച്ച് വന്നിട്ട് 7 ദിവസം ഞങ്ങൾക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാൻ, അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ആ 7 ദിവസം വരെ വെളിയിലത്തെ സീക്വൻസൊക്കെ എടുത്തുകൊണ്ട് ഇരുന്നു. കാരണം ഇവിടെ ഇത് 3 JCB ഇത്രയും ലോക്കൽ പണിക്കാരൊക്കെ വെച്ചിട്ട് 7 ദിവസം എടുത്തു ആ സാധനം മൊത്തം ക്ലിയർ ചെയ്തിട്ട് മണലൊക്കെ മാറ്റി ആ സെറ്റ് പഴയ പോലെ കണ്ടിന്യൂറ്റി ആക്കി എടുക്കാൻ അത്രയും സമയം എടുത്തു. 7 ദിവസം എടുത്തു. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ 5.5 വർഷം ഒരാളെ നിർത്തി നോക്കുന്നതിലും പകരം അപ്പൊ സെറ്റ് പൊളിച്ച് പിന്നെ ഇടുന്നത് അതിനൊക്കെ വലിയ ചെലവാണോ? അത് ചെയ്യാൻ പറ്റില്ല. അതതിന്റെ ഈ ആടുകളിലെ ആ കൂടാരും ഇതുമൊക്കെ ഒരു പക്ക കണ്ടിന്യൂറ്റി ഒക്കെ ഒട്ടും മാറാൻ പാടില്ല. ഒരു പീസ് അങ്ങോട്ട് ശരിക്കും അറിയാം നമുക്കത്. അതാണ് അതുകൊണ്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെയാണ് അതിന്റെ ഒരു കിടപ്പ്. അത് ഇത്ര എഫേർട്ട് എടുത്തിട്ടുള്ള വേറെ സിനിമ ഉണ്ടാവോ? ഇല്ല അല്ലേ? നമുക്ക് ജോലി ചെയ്യാം, നമുക്കിപ്പോൾ എത്ര വലിയ സെറ്റ് ഇടാം, എന്ത് വലിയ ജോലി ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഈ എന്താ പറയുക, ഒരു പ്രകൃതിയോട് കൂടി മല്ലിട്ട് അത് ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. ഇനി ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യത തന്നെ കുറവായിരിക്കാം. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയാണ്. ഓരോ ദിവസം എന്താ പറയുക, നമുക്ക് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പരീക്ഷ എഴുതാൻ പോണ കുട്ടിയുടെ, ഒരു കൊച്ചു കുട്ടിക്ക് പരീക്ഷ എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ലേ, പേടി ടെൻഷൻ ഉണ്ടാവില്ലേ. ആ പരീക്ഷ ഓരോ ദിവസം ഓരോ പരീക്ഷ എഴുതാൻ പോണ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങാറ്. കാരണം അന്നത്തെ ദിവസം നമുക്ക് എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും നമുക്ക് അറിയില്ല. എല്ലാം പക്ഷെ എല്ലാം പെർഫെക്റ്റ് ആവും വേണം. അതാണ്, എല്ലാം പെർഫെക്റ്റ് ആവും. സിനിമ കാണുന്ന ഒരാൾക്ക് അറിയില്ല. ഇപ്പൊ നമ്മൾ മരുഭൂമി എന്നൊക്കെ കാണുമ്പോൾ വിഷ്വലൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമായിട്ടൊക്കെ തോന്നും. പക്ഷെ വല്ലാത്തൊരു സ്വഭാവം, ഈ കാടിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെയാണ് അല്ലെ, ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ വല്ലാത്തൊരു സ്വഭാവം. പൊതുവെ നിങ്ങൾ അതൊക്കെ അനുഭവിച്ചിട്ട് വന്നവരാണല്ലോ. ഈ നമുക്ക് വേറെ കാണാൻ, നേരത്തെ പറഞ്ഞല്ലോ കാണാൻ വലിയ ഭംഗിയായിരിക്കും എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ അതിന്റെ ആ കാര്യം പെട്ടെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഈ മരുഭൂമി നമ്മൾ നിൽക്കുമ്പോൾ ഇങ്ങനെ
നമ്മളെ നേക്കഡ് ആയി നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഈ മണലിൻ്റെ മീതെ കൂടെ ഇങ്ങനെ ഒരു ചെറിയൊരു പുക പോലെ ഇങ്ങനെ വെളുത്തിട്ട് ഇങ്ങനെ നീങ്ങുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. ചെറിയ അപ്പോൾ എന്താ സംഭവിച്ചാൽ നമുക്ക് അടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് നമുക്ക് മണലാണ്. ഇത്രയും തിക്കിൽ ഇങ്ങനെ ഈ ഹൈറ്റിൽ ഇങ്ങനെ മണലിങ്ങനെ ചെറിയ മണൽ പറന്നുകൊണ്ടിരിക്കും. പുക പോലെ നമുക്ക് അകലെന്ന് തോന്നുക. ശരിക്കും മണൽ തരികളാണത്. അതിങ്ങനെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും അതിനെ. അപ്പോൾ അതിങ്ങനെ ഈ രാജുവിന് അടി കിട്ടിയിട്ട് വീഴുന്ന ഒരു സീനുണ്ട്. അപ്പോൾ വീണാണ്ട് കെടുക്കും. വീണ് കെടുക്കുമ്പോൾ ആ ഷോട്ട് എടുക്കണ ക്യാമറ വെച്ച് പുള്ളി വീണ് കെടുക്കണ്ടായിരിക്കും. അപ്പോൾ മേക്കപ്പ് വന്നിട്ട് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യും. അടി കിട്ടിയതിൻ്റെ മാർക്ക് ചെയ്യും. പിന്നെ പുള്ളിയുടെ ബാക്കിയുള്ള കോസ്റ്റ്യൂംസ് ആൾക്കാരൊക്കെ വന്നിട്ടൊക്കെ മാർക്ക് കറക്റ്റാക്കി. കുട പിടിക്കുന്ന ആളും ഉണ്ടായിരിക്കും. ഈ കുട പിടിക്കുന്ന ആളും കൂടെ പോയിട്ട് വേണം ഞങ്ങളെ പണി തുടങ്ങാൻ. ഈ ടേക്ക് എന്ന് പറയാൻ തൊട്ട് മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്. കാരണം ഇത്രയും ആൾക്കാർ പോയി അവിടെ മാറിക്കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാരുടെ കാൽപ്പാട് മൊത്തം നമുക്ക് മാറ്റണം. ഫുൾ കാൽപ്പാട് മാറ്റണം. ആ കാൽപ്പാട് മാറ്റുമ്പോൾ തന്നെ മണലിളകും. അപ്പോൾ ഈ വരുന്ന കാറ്റിൻ്റെ കൂടെ ഈ പൊടിയുടെ കൂടെ ഇതും കൂടി ഇളകും. പിന്നെ അത് കഴിഞ്ഞ് ആ കാൽപ്പാട് മൊത്തം മാറ്റി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ ആടുകളെ കാൽപ്പാട് ഉണ്ടാക്കണം. അപ്പോൾ അത് നമ്മളൊരു അലൂമിനിയത്തിൽ വലിയ സ്റ്റിക്കിൽ അറ്റത്ത് ഇങ്ങനെ ആടിൻ്റെ കാൽപ്പാട് ഷേപ്പ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളതിങ്ങനെ അകലെ നിന്നിട്ട് അതിങ്ങനെ കുത്തി. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഈ കെടുക്കുന്ന രാജുവിൻ്റെ ഈ സൈഡിൽ മൊത്തമാണ് ഇങ്ങനെ മണലിൽ ചെയ്യണത്. മണൽ പറന്ന് കയറും. അപ്പോൾ ഈ വരുന്ന ഈ മണലിൻ്റെ കൂട്ടത്തിൽ ഇത് കുത്തുമ്പോൾ മണൽ ഇളകുമല്ലോ. ഈ മണലൊക്കെ ഇളകും. അതും കൂടിയിട്ട് രാജുവിൻ്റെ ചെവിയിലോട്ട് ഇടിച്ച് കുത്തി കയറിക്കും. അത് ഭയങ്കര ഒരു ഇതാണ്. അല്ലെങ്കിൽ തന്നെ വരുമ്പോ പുള്ളിയിൽ കെടുക്കുമ്പോ കണ്ണിലോട്ടും ചെവിയിലോട്ടും കയറുന്നുണ്ട്. ഇതും കൂടി ആകുമ്പോ ഭയങ്കരമാണ്. നമുക്കറിയാം മണല് തെറിക്കുന്നുണ്ട്, നമുക്കറിയാം. പക്ഷെ ഈ മണലടിച്ചിട്ട് ഇങ്ങനെ അസുഖങ്ങൾ, ജലദോഷം, മറ്റത് അങ്ങനെ ഇൻഫെക്ഷൻ അതൊന്നും ഉണ്ടായില്ല? അവിടെ ഇത്ര കഷ്ടപ്പാടുണ്ടായിട്ടും ഞങ്ങൾക്ക് ആർക്കും അസുഖം അറിഞ്ഞില്ല എന്നാണ് സത്യം. കാരണം അതിനെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. ചിലപ്പോ എന്തൊക്കെ അസുഖമൊക്കെ വന്ന് പോയിട്ടായിരിക്കാം, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. പനി പോലും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. ഇപ്പൊ കോവിഡ് സമയത്ത് നിങ്ങളുടെ വീഡിയോ ഇറങ്ങിയല്ലോ, അന്ന് നിങ്ങൾ അവിടെ തന്നെ, ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഈ നമ്മളിവിടെ പെട്ടുപോയി, ഇനിയിപ്പോ എത്ര ദിവസമാണെന്ന് അറിയില്ല എന്നൊക്കെ ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന മൊമെന്റിലെ എങ്ങനെയായിരുന്നു റിയാക്ഷൻ? അത് എനിക്കിവിടെ പോകുമ്പോൾ തന്നെ ചെറിയൊരു ടെൻഷൻ. എന്താണെന്നറിയില്ല. സാധാരണ ഞാൻ മുമ്പ് 2 പ്രാവശ്യം പോയതാണ്. പക്ഷെ എനിക്ക് ഇവിടെ നിന്നുള്ള പോക്കിൽ തന്നെ എനിക്ക് എന്തോ ഒരു ടെൻഷൻ, എന്തോ വരാൻ പോകുന്ന പോലത്തെ എന്തോ ഒരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര വിഷമത്തിലാണ് വീട്ടിൽ നിന്നൊക്കെ പോയത്. ഞാൻ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അവിടെ ചെന്നിട്ട് ഒരാഴ്ച വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോയി. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് രാവിലെ എല്ലാവരും റെഡി ആയിട്ടും വണ്ടികളൊന്നും അനങ്ങുന്നില്ല. വണ്ടികളൊക്കെ അവിടെ തന്നെ കിടപ്പുണ്ട്, ആരും പോകുന്ന ലക്ഷണം കാണാനില്ല. അപ്പോൾ പിന്നെ ബസ്സേട്ടൻ എല്ലാവരും ബസ്സേട്ടൻ്റെ ടെൻറ്റിലേക്ക് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് സംഭവിച്ചിട്ട് അവിടെ പോയി. അപ്പോൾ നമുക്കിതൊന്നും മനസ്സിൽ ചിന്തിക്കുന്നില്ല. അവിടെ ചെന്ന് ബസ്സേട്ടൻ പറഞ്ഞു, നമ്മളിങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്, ഇനിയൊരു ചുരുങ്ങിയൊരു 6 മാസം വരെ നമുക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റില്ല, നമുക്ക് ഇവിടെ കുടുങ്ങിപ്പോയി, ഇനി എന്ന് പോകാൻ പറ്റുമെന്ന് പോലും നമുക്കറിയില്ല, പോകാൻ പറ്റുമെന്ന് പോലും നമുക്കറിയില്ല, അതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞു. അത് വലിയൊരു തീയായിട്ടാണ് പതിച്ചത്. എനിക്കത് പെട്ടെന്ന് എനിക്കത് തീരണ്ട് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എനിക്ക് ആകെ ടെൻഷനായിപ്പോയി. ഒന്നാമത് ഞാൻ അവിടെ പോരുമ്പോൾ ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ, ഇത് എന്തായിരിക്കും. ഇതെനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കി. ഞാൻ കുറേ വഴക്ക് പറഞ്ഞു, പിന്നെ ഞാൻ കുറെ കരഞ്ഞു ഇരുന്നിട്ട്. ചൂടായി ആ സമയത്ത് പെട്ടെന്ന് തോന്നുന്നതാണ്. അപ്പൊ തന്നെ ആ ചൂടാവില്ല, അപ്പൊ തന്നെ കരച്ചിലായി മാറി. പിന്നെ കരച്ചിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി. പിന്നെ ശരി, പിന്നെ നോക്കിയപ്പോൾ ഞാൻ ആലോചിച്ചു, മരിക്കുകയാണെങ്കിൽ നമ്മളിവിടെ മരിച്ചു, ഞാൻ മാത്രമല്ലല്ലോ, ഇത്രയും പേരില്ലേ, അങ്ങനെ വിചാരിക്കാന്ന് വിചാരിച്ചു. പിന്നെ അതിലോട്ട് പോയി. പിന്നെ ഈ 65 ദിവസമൊക്കെ ഇങ്ങനെ റൂമിൽ വെറുതെ കിടക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് വേറെ രീതിയിൽ പ്രശ്നമായി. പിന്നെ ഇടയ്ക്ക് ലാൽ സാറ് വിളിക്കും, ലാൽ സാറ് എല്ലാവരും വിളിച്ചിട്ട് എല്ലാവർക്കും കേൾപ്പിച്ചാൽ ലാൽ സാറ് എല്ലാവർക്കും വോയിസ് മെസ്സേജ് ഇങ്ങനെ കേൾപ്പിച്ചു തരും. അപ്പോൾ അതൊരു ആശ്വാസമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം മൈൻഡൊക്കെ ഒന്ന് റെഡിയായി. ഇതുവരെ ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു. ഈ ജോർദാൻ ആർമി വരുമായിരുന്നു, വന്നിട്ട് ഞങ്ങളെ എല്ലാവരും
വരിയായിട്ട് നിർത്തും, എല്ലാവരും ടെമ്പറേച്ചർ ടെസ്റ്റ് ചെയ്യും. ഓക്കെ. അത് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എങ്ങാനും ഒരാൾക്ക് ഒരു ടെമ്പറേച്ചർ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ ആളെ കൊണ്ടുപോകും, ഞങ്ങളെ ബാക്കിയുള്ള ആൾക്കാരെ ക്വാറന്റൈനിലാക്കും. അത് എവിടേക്ക് കൊണ്ടുപോകും, ആരെ കൊണ്ടുപോകും, എങ്ങോട്ട് കൊണ്ടുപോകും നമുക്ക് അറിയാൻ പറ്റില്ല. അത് വലിയൊരു ടെൻഷനാണ്. ഈ ആർമി വന്നാൽ തന്നെ ഞങ്ങളൊക്കെ കുറേ ആൾക്കാരൊക്കെ റൂമിൽ നിന്ന് പുറത്താണ്ട് ഒളിച്ചിരിക്കും. പക്ഷെ അവർ ആ ലിസ്റ്റ് ഉണ്ടായിരിക്കും അവരുടെ കയ്യിൽ, അവരെ ഓരോരുത്തരെ വിളിപ്പിക്കും. അങ്ങനെ അവസാനം നമുക്ക് ലോക്കൽ ഒരു ഡോക്ടറെ കൊണ്ടുപോയിട്ടാണ്, പുള്ളി വന്ന് വിളിക്കുന്നത്, വേറെ മാർഗ്ഗമില്ല, വന്നേ പറ്റൂ. എന്നിട്ട് നമ്മൾ ടെമ്പറേച്ചറൊക്കെ ടെസ്റ്റ് ചെക്ക് ചെയ്യും. അതങ്ങനെ പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ അവരെ വരവ് കുറച്ച് കുറയാൻ തുടങ്ങി. പിന്നെ നമ്മൾ കുറച്ചൊന്ന് സെറ്റായി. അപ്പോൾ എൻ്റെ ഇടയിൽ വിഷു വന്നു, അപ്പോൾ വിഷു കണി കാണിച്ചു ഞങ്ങൾ. പിന്നെ ഈസ്റ്റർ വന്നു, അപ്പോൾ അങ്ങനെ പ്രദക്ഷിണം നമ്മൾ കണ്ടു. ഇപ്പൊ ഈ ഈസ്റ്ററിനുള്ള യാത്ര ഒരുക്കിയത് വിഷു കണിക്ക് കൊന്നപ്പൂ തുണി വെച്ചാണ്. ഇതൊക്കെ ആരുടെ ഐഡിയ? ഈ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് കേട്ടു. പിന്നെ അവിടെ ഈ കണിക്കൊന്ന ഉണ്ടാക്കി, പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ ബാറ്റ് ഉണ്ടാക്കി, പിന്നെ ചെരുപ്പ് കട്ട് ചെയ്തിട്ടൊക്കെ ബോളൊക്കെ ഉണ്ടാക്കി. പിന്നെ ഭയങ്കര ക്രിക്കറ്റ് കളിയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് കാലത്തേക്ക് കുട്ടിക്കാലത്തേക്ക് പോയി. വേറെ ചിന്തയൊന്നുമില്ല. രാവിലെ എണീക്കുക, ഭക്ഷണം കഴിക്കുക, കളിക്കാൻ പോവുക, ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണം കഴിക്കുക, കുറച്ചു നേരം കിടന്നുറങ്ങുക, പിന്നെ വൈകിട്ട് കളിക്കാൻ പോവുക. ട്രോഫി വരെ ഉണ്ടാക്കി. ഈ കൊന്നയെ കൊണ്ടൊക്കെ ഒത്തിരി ടൈം എടുത്തോ? ഇല്ല, അതൊക്കെ പെട്ടെന്ന് വൈകിട്ട് തോന്നിയൊരു ഐഡിയ ആണ്. നാളെ ഇന്ന് രാത്രി എന്തായാലും എല്ലാവർക്കും കാണിക്കാം, വിഷുക്കണി കാണിക്കാൻ. അങ്ങനെ ഞാനിപ്പോൾ ശ്രീകൃഷ്ണൻ്റെ സ്റ്റാച്യു ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ റൂമിൽ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട്, ഒരു വലിയൊരു ഡ്യൂൺസിൻ്റെ ചിത്രം വെച്ചിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ അതിന് മുകളിലൊക്കെ ആ ചിത്രത്തിന് మీద പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് ഒരു കൃഷ്ണനായിട്ട് വരച്ച്, അപ്പോൾ അത് വെച്ചിട്ട് ആണ്. പിന്നെ ലോക്കൽ പ്രൊഡക്ഷൻ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല, എങ്ങനെ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞു, ഫ്രൂട്ട്സ് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞു. തേങ്ങ ഉണ്ടോ ചോദിച്ചു, തേങ്ങ ഇല്ല. അപ്പോൾ അങ്ങനെ ആഷ്ട്രയിൽ ഈ അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ച് ഇങ്ങനെ പൊതിഞ്ഞിട്ട് അതിൽ തുണിയിൽ അരിയൊക്കെ ഇട്ടിട്ട് തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട് തേങ്ങ പോലെ ആക്കി. അങ്ങനെയാണ് തേങ്ങ തിരി കത്തിച്ചത്. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും ക്രിയേറ്റീവായി വർക്ക് ചെയ്തത് അവിടെ പെട്ടെന്നുണ്ടായതാണ്, പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആയിരുന്നു. ഒരു ക്രൈസിസിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെ മാനേജ് ചെയ്യാൻ. ജയിലിൽ കിടക്കുന്ന ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ. അപ്പൊ ഈ ജയിലൊക്കെ ഈ നാട്ടിലായിരുന്നോ അതോ അവിടെ തന്നെ? ജയില് ശരിക്കും റാന്നിയിൽ ഉള്ള ഒരു കോളേജിലാണ് ജയില്, പോലീസ് സ്റ്റേഷനൊക്കെ സെറ്റ് ഇട്ടാണ്. നാട്ടുംപുറം കാണിക്കുമ്പോഴേ ഒരു വല്ലാത്ത പച്ചപ്പ് തോന്നും, കുറച്ച് കൂടുതൽ പച്ചപ്പ്. അത് ചിലപ്പോ ഒരുപക്ഷെ അടുത്ത പാർട്ടി മരുഭൂമിയും ആ ഒരു വരണ്ട അത് തോന്നുന്നോണ്ടായിരിക്കും നമുക്ക് ഭയങ്കര കോൺട്രാസ്റ്റ്. പക്ഷെ ആ നാട്ടുപുറം കാണിക്കാൻ എന്താ ഒരു പുതിയതായി കൊണ്ടുവന്ന എന്താ? ഒന്നാമത് അവിടെ കാണിക്കുന്ന ഭയങ്കര ഒരു പടം, ഇപ്പൊ പടം കണ്ടതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കാണുകയായിരിക്കും, അതുകൊണ്ട് ചിലപ്പോൾ കുഴപ്പമുണ്ടായിരിക്കില്ലായിരിക്കും. അപ്പോൾ അതെന്താ വെച്ചാൽ ഇവര് ഈ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ എപ്പോഴും ഇവൻ എപ്പോഴും ആലോചിക്കുന്നത് മരുഭൂമി കിടന്നുകൊണ്ടാണ് ഈ നാട്ടിൽ. അപ്പോൾ പല ഷോട്ടുകളും ഇപ്പോൾ ഇവന്റെ വന്ന് കിടക്കുന്നു, ഇവന് അടി കൊണ്ട് കിടക്കുന്നു. അപ്പോൾ അവിടുന്ന് ടാങ്കിൽ വെള്ളം നിറഞ്ഞ് ഒഴുകി ഓവർഫ്ലോ ആയിട്ടുള്ള വെള്ളം ഒഴുകി ഇവന്റെ തലയുടെ അടുത്ത് കൂടെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അത് നനവായിട്ട് വന്നു, ആ വെള്ളം നനവായിട്ട് ഇവന്റെ അടുത്തോട്ട്, ഈ തലയുടെ അടുത്തോട്ട് നനവായി വന്നു. ആ നനവ് പിന്നെ ഇങ്ങനെ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകായി വന്നു. പിന്നെ ആ ഒഴുക്ക് വലിയൊരു ഒഴുക്കായി, ആ ഒഴുക്ക് ഒരു പുഴയായി മാറുകയാണ്. ആ പുഴയാവുന്ന നാട്ടിലെ പുഴയാണ്. അപ്പൊ അത് ഒരു മരുഭൂമിയിൽ നിന്നാണ് ഒരു വെള്ളം ആ പുഴയായിട്ട് മാറുന്നത്. തിരിച്ചു വീണ്ടും അതേപോലെ അതിന്റെ എൻഡും ആ വെള്ളത്തിൽ നിന്ന് നേരെ മരുഭൂമിയായിട്ട് വരുന്നത്. അപ്പൊ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ ആ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒരു പഴയ ട്രെയിൻ ആണല്ലോ, അന്നത്തെ കാലത്തെ ട്രെയിൻ. ആ റെയിൽവേ സ്റ്റേഷൻ സെറ്റ് ആയിരുന്നോ? അല്ലല്ല, റെയിൽവേ സ്റ്റേഷൻ ഒറിജിനൽ റെയിൽവേ സ്റ്റേഷൻ. എവിടുത്തെ? അത് ഇവിടെ കൊല്ലംകോട് അടുത്തുള്ള ആണല്ലേ. ഓക്കെ. നല്ല ഭംഗിയുണ്ട് അത് വിഷ്വല് കാണാൻ. അപ്പൊ നാട്ടിൽ വേറെ എന്തെങ്കിലും സെറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? നാട്ടിൽ പിന്നെ വേറെ അധികം ഇത് മാത്രമാണ് അധികം ചെയ്യേണ്ടി വന്നത്, ജയിലും. അല്ലാതെ നാട്ടിലെ പോർഷൻസ് ഒന്നും സെറ്റ് വേണ്ടി വന്നു. പിന്നെ ഞാൻ വരുന്നതിനൊക്കെ മുമ്പ് ഒരു 3 ദിവസം സുനിൽ എന്നുള്ള ഡയറക്ടർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പടം ജോയിൻ ആക്കിയ മുമ്പ്, അത് ഈ പടം തുടക്കത്തിൽ ഫസ്റ്റ് ഒരു 3 ദിവസം പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് പുള്ളി വീടെന്തോ സെറ്റ് ചെയ്തിട്ടുണ്ട് സാധനങ്ങളായിരുന്നു. നാട്ടിലത്തെ ഇവിടെ അല്ല, നാട്ടിലത്തെ. ഓക്കെ. അതുപോലെ ഇപ്പം എനിക്കൊന്ന് പ്രശാന്തേട്ടന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ പടമായിരിക്കും. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മാത്രമല്ല, ഒരുപാട് എൻജോയ് ചെയ്തത്, ഒരുപാട് ടൈം എടുത്തത്, അങ്ങനെയൊക്കെ ഓർക്കാൻ ഒരുപാട് ഉള്ള ഒരു സിനിമയാണ്. ഓർക്കാൻ ഒരുപാട് സിനിമ. ഇന്ത്യക്ക് പുറത്ത് ഷൂട്ട് ചെയ്ത പ്രശാന്തേട്ടൻ ഷൂട്ട് ചെയ്ത ഫസ്റ്റ് സിനിമ കൂടിയായിരിക്കും അല്ലേ? ഫസ്റ്റ് സിനിമ ഇതാണ്. പിന്നെ അതിന് ശേഷം വേറെ സിനിമ ഡിജോന്റെ പടമൊക്കെ ചെയ്തു, മറ്റേ മലയാളം
മലയാളി ഫ്രം ഇന്ത്യ അതെവിടെ? ദുബായ്? അത് ദുബായ് ആയിരുന്നു. അതും മരുഭൂമിയൊക്കെ ഉണ്ട്. ഇപ്പൊ മരുഭൂമി സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ബ്ലസ്സി സാറിന് ആട് സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ പറയാലോ അല്ലെ? ആട് ഈ പറഞ്ഞ പോലെ ഒരു വേറെ രസമായിട്ടുള്ള ഒരു കഥ ഉണ്ട്. അത് ഞാൻ പറയാൻ മറന്നുപോയി. എന്താ വെച്ചാൽ ഈ ആട് ഗോഡ് ഫൈറ്റ് ഉണ്ട്. അതിൽ രണ്ട് ആടുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇവൻ അതിൻ്റെ ഇടയിൽ പെട്ടു പോകുന്ന ഒരു സാധനം. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാനെങ്കിൽ അതിൻ്റെ ഒരു സയൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൂട്ടത്തിൽ ഒരു നിറയെ പെണ്ണുങ്ങളുള്ള കൂട്ടമായിരിക്കും ആടുകൂട്ടം. അതിൽ ചിലപ്പോൾ 2-3 ആണുങ്ങളെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 4-5 മാക്സിമം ഉണ്ടാവുള്ളൂ. ഇവർ തമ്മിലൊരു മത്സരം ഉണ്ടായിരിക്കും. ഈ പെണ്ണുങ്ങളെ ഈ പെണ്ണാടുകളെ ആനകളെ ആകർഷിക്കാൻ വേണ്ടി ഇവർ തമ്മിലൊരു മത്സരം ഉണ്ടാവും. ആണുങ്ങൾ അവർ തമ്മിലെ മത്സരത്തിൽ അവരൊരാൾ ജയിക്കും. അവനാണ് പിന്നെ അവിടുത്തെ രാജാവ്. പിന്നെ ബാക്കിയുള്ള ആ മറ്റേ മുട്ടനാടുകളെല്ലാം ഇവനെ അനുസരിച്ച് ജീവിക്കണം. അപ്പോൾ നമ്മൾ ഈ ഫൈറ്റ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഈ 2 ആടുകൾ തീരെ പരിചയമില്ലാത്ത ആടുകളെ കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഇവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 4 ആടുകളെ മുട്ടനാടുകൾ 4 എണ്ണത്തിന് വാങ്ങിക്കണം, 4 എണ്ണത്തിന് 4 സ്ഥലത്ത് പറപ്പിക്കണം. നമുക്ക് ആ ഫൈറ്റ് ഷൂട്ട് ചെയ്യണമെന്ന് അതിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ ഫൈറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇത് ഇവിടുന്ന് പൈസ അയച്ചു കൊടുത്ത് ഒരു ആടിനെ വാങ്ങിച്ചു ഒക്കെ ആക്കി. നമ്മളൊരു 4-5 മാസം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ചെന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ ഈ 4 മുട്ടനാടുകളെയും ഒരു കൂട്ടിൽ ഇട്ടിരിക്കുക. അവന്മാർ ഭയങ്കര തിക് ഫ്രണ്ട്സായി മാറി. അവരെ പിന്നെ ഇതിന്റെ ഉള്ളില് എത്ര പെണ്ണാളുകളുടെ ഇടയിൽ ഇവനെ കൊണ്ടിട്ടാലും അവർ തമ്മിലൊരു മത്സരമില്ല, അവര് ഭയങ്കര ഫ്രണ്ട്സായി മാറി. പിന്നെ അവരെ തമ്മിൽ അടുപ്പിക്കാൻ പെട്ട പാട്. അവരെ തന്നെയാണ് അടുപ്പിച്ചത്. നമ്മൾ വേറെ ചെറിയൊരു ടെക്നിക്ക് വെച്ചിട്ട് അവരെ കൊണ്ട് അടുപ്പിച്ചു. പക്ഷെ അടിച്ചു കഴിഞ്ഞിട്ട് അവന്മാർ തമ്മിൽ സ്നേഹപ്രകടനം ഉണ്ട്. നീ എന്നോട് ക്ഷമിക്കടാ, എന്നെ കൂടി അവന്മാർ ഇടിപ്പിച്ചതാന്ന് പറഞ്ഞിട്ട് ആ ടെക്നിക്ക് പറയില്ല. അതായിരിക്കും പറയാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ കേട്ടു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ജീവിതത്തിൽ നാഴികക്കല്ലാവട്ടെ സിനിമ. അതെ, അപ്പൊ താങ്ക് യു സോ മച്ച്. കുറെ സമയം നമ്മളോട് സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ മടിയില്ലാതെ പറഞ്ഞതിന് താങ്ക്സ്. പ്രേക്ഷകർക്ക് സിനിമ കാണാത്തൊരു കാണട്ടെ. അതെ, എല്ലാവരും കാണണം. ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും, ഞങ്ങൾ ചെയ്ത എഫർട്ട് നിങ്ങളത് ശരിക്കും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.